നേരത്തെ ഇരിക്കുന്ന സ്റ്റൂളിലൊക്കെ കൈ പിടിക്കാതെ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇരിക്കുമ്പം കസേരയിലാണെങ്കിൽ നമുക്കില്ലേ കൈ പിടിക്കാതെ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇനി വരുമ്പോൾ ഒട്ടും നടക്കാൻ മേല. ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് നടന്നത്. പക്ഷെ എനിക്ക് അതിലൊക്കെ ആശ്വാസമുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റിയ ഞാനിപ്പം കുറേ നാളുകൊണ്ടെന്ന് വെച്ചാൽ ഗുളിക കഴിച്ച് അതിന്റെ പുറത്താണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് തീരെ നടക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ മകളാ പറഞ്ഞ അമ്മ ഇങ്ങനൊരു കാര്യമുണ്ട്, അമ്മ പോയി ചെയ്തു നോക്കാൻ. പിന്നെ അവള് സൗദിയില. അപ്പൊ അവള് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു മോനെ അവിടം വരെ പോകാൻ ബുദ്ധിമുട്ട്, ആരുമില്ല. ഞങ്ങള് കന്നുകാലിയുടെയൊക്കെ പണിയാ, പശുവിന്റെ എരുമയുടെയൊക്കെ പണിയാണ്. മകളെ കെട്ടിച്ചതാ. പിന്നെ അങ്ങനെ ആകുമ്പോൾ വരാനും ഞങ്ങളുടെ കൂടെ ആരുമില്ല. ആലപ്പുഴയിൽ പിന്നെയും പോണം ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇപ്പൊ നടന്നിട്ട് നേരത്തിലൊക്കെ വേദനയ്ക്ക് കുറവുണ്ട്. നേരത്തെ ഇരിക്കുന്ന സ്റ്റൂളിലൊക്കെ കൈ പിടിക്കാതെ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇരിക്കുമ്പം കസേരയിലാണെങ്കിൽ നമുക്കില്ലേ കൈ പിടിക്കാതെ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് പയ്യെ ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. സന്തോഷമായി. ഇവിടെ വന്നാൽ കിട്ടുമെന്നുള്ള ഒറ്റ ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വന്നു കഴിഞ്ഞാൽ 4 പേരോളം പോകണം. 4 പേരോളം പോകുന്നു. 4 പേര് പോകുന്നുണ്ട്. വന്നിട്ട് നടന്ന് നല്ലപോലെ നടന്നു പോകണമുണ്ട്. വരുമ്പോ ഒരു വിഷമിച്ച് എന്നെ പോലെ വിഷമിച്ച് നടന്നു പോകുന്നു. വിഷമിച്ച് നടന്നു വന്നവര് കുഴപ്പമില്ല നടന്നു പോകുന്നുണ്ട്. കുഴപ്പമില്ല, ആശ്വാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് സന്തോഷമായി. എനിക്കിപ്പോ ഹാപ്പിയായി. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ദൈവത്തിന് നന്ദി. ഞങ്ങള് ആലപ്പുഴയിൽ നിന്ന് പിന്നെ പോണം. പുന്നപ്പുറ എന്ന് പറയും. വണ്ടാനം ആശുപത്രിക്കും കിടക്കും. പക്ഷെ കുട്ടുകാരുള്ളോട് പറയാൻ ഇങ്ങനെ പോയി എനിക്ക് ആശ്വാസമുണ്ട്. അങ്ങനെയല്ല പോയി ചെയ്യാൻ നോക്കുക, ആശ്വാസം കിട്ടും. പറയാൻ കാര്യം വിളിച്ചൊന്നും ചെയ്തേ പിന്നെ എനിക്ക് ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി, അതേ ഉള്ളൂ.